നീതിയുടെയും വിജ്ഞാനത്തിൻ്റെയും വാതിലായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം. അധികാരത്തിൻ്റെ ഉന്നതിയിലിരിക്കുമ്പോഴും ഉപ്പും വെള്ളവും കൊണ്ട് നോമ്പ് തുറന്ന ആ ലാളിത്യം, ഖുർആനിലെ ഒരൊറ്റ ആയത്തിൽ മണിക്കൂറുകളോളം തങ്ങി നിന്ന ആ ഖുശൂ, മരണം മുന്നിൽ കണ്ടപ്പോഴും ഞാൻ വിജയിച്ചു എന്ന് വിളിച്ചു പറഞ്ഞ ആ ഈമാൻ. മദീനയുടെ രാത്രി. നക്ഷത്രങ്ങൾ നിശബ്ദമായി ആകാശത്ത് തങ്ങി നിൽക്കുന്നു. കാറ്റ് മൃദുവായി വീശുന്നു. ഇശാനിസ്കാരം കഴിഞ്ഞ് വിശ്വാസികൾ ഓരോരുത്തരായി മടങ്ങി. പള്ളി ശൂന്യമായി. പക്ഷേ ഒരു ആത്മാവ് മാത്രം അവിടെ നിൽക്കുകയായിരുന്നു. അത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. രണഭൂമിയിൽ ശത്രുക്കൾക്ക് മുന്നിൽ പതറാത്ത സിംഹം. ബദറിലും ഉഹദിലും ഖന്തക്കിലും ധൈര്യത്തിൻ്റെ പ്രതീകം. വാളിൻ്റെ മിന്നൽ പോലെ ഉറച്ച വിശ്വാസം. പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം സിംഹമല്ലായിരുന്നു. അദ്ദേഹം ഒരു വിറയുന്ന ഹൃദയം മാത്രമായിരുന്നു. തഹജ്ജുദ് ആരംഭിച്ചു. നീണ്ട ഖിയാം. കണ്ണുകൾ അടഞ്ഞു. ഹൃദയം തുറന്നു. അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പതുക്കെ ഒഴുകിയ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി. ആ വചനം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം തളർന്നു. ശരീരം വിറച്ചു. ഹഖ തുഖാതിഹി, എൻ്റെ റബ്ബ്, നിന്നെ യഥാർത്ഥത്തിൽ ഭയപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യം അദ്ദേഹത്തെ തകർത്തു. ലോകം അദ്ദേഹത്തെ ധീരൻ എന്ന് വിളിച്ചു. ജനങ്ങൾ അദ്ദേഹത്തെ ഖലീഫ എന്ന് വിളിച്ചു. പക്ഷേ ആ രാത്രിയിൽ അദ്ദേഹം സ്വയം കണ്ടത് പാപഭാരം ചുമന്ന ഒരു അടിമയായിരുന്നു. സുജൂദിൽ വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ നിലത്ത് തുള്ളികളായി വീണു. ഓരോ തുള്ളിയും ഒരു പ്രാർത്ഥനയായി. ഓരോ നെടുവീർപ്പും ഒരു പശ്ചാത്താപമായി. പള്ളി മതിലുകൾ പോലും ആ കരച്ചിലിന് സാക്ഷിയായി. ഒരു റമളാൻ വൈകുന്നേരം. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഇഫ്താർ സമയമടുത്തു. ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്പം പാലും റൊട്ടിയും മുന്നിൽ വെച്ചു. അലി റളിയല്ലാഹു അൻഹു ആ ഭക്ഷണത്തിലേക്ക് നോക്കി. അത് രാജകീയ വിരുന്നല്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം വിറച്ചു. അലി, നീ ദുനിയയിൽ സുഖം അന്വേഷിക്കുകയാണോ? നിനക്ക് ആഖിറത്ത് മതിയല്ലോ. അദ്ദേഹം തല താഴ്ത്തി. അദ്ദേഹത്തിന് ഉപ്പും വെള്ളവും മതിയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വിശപ്പ് വയറിനല്ല, അത് അള്ളാഹുവിൻ്റെ പ്രസാദത്തിനായിരുന്നു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞത്, ഹേ ദുനിയാവേ, നീ മറ്റാരെയെങ്കിലും വഞ്ചിക്കൂ, എന്നെയല്ല. അദ്ദേഹം സമ്പത്ത് വിട്ടു, അഹങ്കാരം വിട്ടു, സ്വന്തത്തെ പോലും വിട്ടു. പക്ഷേ അള്ളാഹുവിനെ വിട്ടില്ല. റമളാൻ 17 പുലർച്ചെ. ആകാശം ഇരുണ്ടു. അദ്ദേഹം ഫജ്റിന് പള്ളിയിലേക്ക് നടന്നു. ഹൃദയം ശാന്തം. അധരങ്ങളിൽ ദിക്ർ. ഇരുട്ടിൽ ഒളിഞ്ഞിരുന്ന് ഒരാൾ വാൾ വീശി. വാള് തലയിൽ പതിച്ചു. രക്തമൊഴുകി. ശരീരം നിലത്ത് വീണു. ജനങ്ങൾ അലറി. ഭയം നിറഞ്ഞ കണ്ണുകൾ. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് ഒരു സമാധാനം, ഒരു പ്രകാശം, ഒരു പുഞ്ചിരി. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ നിന്ന് അവസാനമായി ഒഴുകിയ വാക്കുകൾ, ഫുസ്തു വ റബ്ബിൽ കഅബ. കഅബയുടെ റബ്ബിനെ സത്യം, ഞാൻ വിജയിച്ചു. എന്തുകൊണ്ട് വിജയം? കാരണം അദ്ദേഹത്തിന് മരണം നഷ്ടമല്ലായിരുന്നു. അതൊരു കൂടിക്കാഴ്ചയായിരുന്നു. ജീവിതമൊട്ടാകെ കരഞ്ഞു തേടിയ അള്ളാഹുമായുള്ള കൂടിക്കാഴ്ച. അദ്ദേഹം റമളാനുകളിൽ തൻ്റെ ഹൃദയം ശുദ്ധമാക്കി. നഫ്സിനെ ജയിച്ചു. ദുനിയാവിനെ തോൽപ്പിച്ചു. അതിനാൽ മരണം വന്നപ്പോൾ അദ്ദേഹം പേടിച്ചില്ല. നമുക്ക് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. റമളാൻ വെറും പട്ടിണിയല്ല, അത് ആത്മാവിൻ്റെ ശുദ്ധീകരണം, അഹങ്കാരത്തിൻ്റെ അടക്കം, കോപത്തിൻ്റെ നിയന്ത്രണം, കണ്ണുകളുടെ സംരക്ഷണം, ഹൃദയത്തിൻ്റെ ശുചീകരണം. നമ്മൾ ചിലപ്പോൾ നിസ്കാരം വേഗം തീർക്കും. ഒരു ദുആ പോലും കണ്ണുനീർ കൂടാതെ തന്നെ പറഞ്ഞ് വേഗത്തിൽ നിർത്തിപ്പോരും. ദുനിയാവിൻ്റെ ചെറിയ സുഖങ്ങൾക്കായി ഹൃദയം വിറ്റുകളയും. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ഒരു ആയത്തിൽ മണിക്കൂറുകൾ കരഞ്ഞു. ഒരു സുജൂദിൽ ഒരു ജീവിതം തകർത്തു. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ റബ്ബേ, നിന്നെ കാണാൻ ഞാൻ തയ്യാറാണോ? ഈ റമളാനിൽ ഒരു സുജൂദിൽ കുറച്ച് കൂടുതൽ ഒന്ന് കിടന്നു നോക്കിയേ. ഒരു ദുആയിൽ കുറച്ച് കൂടുതൽ ഒന്ന് പടച്ചവനോട് തേടുക. കോപം അടക്കുക,
അഹങ്കാരം തകർത്തെറിയുക. അള്ളാഹു നമ്മളെയും ആ വഴിയിൽ നടത്തട്ടെ. ഒരു ദിവസം നമ്മൾക്കും അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭയമല്ല സമാധാനമുണ്ടാകട്ടെ. അപ്പോൾ നമ്മൾക്കും ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയട്ടെ ഫുസ്തുവ റബ്ബിൽ കഅബ എന്ന്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.